നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഖുർആൻ മനഃപ്പാഠമാക്കിയവർക്ക് സനദ് നൽകി. സത്യവും നീതിയും നട്ടുപിടിപ്പിക്കാൻ മനുഷ്യൻ ശ്രമിക്കണമെന്ന് പാണക്കാട് നാസിർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ. ജൈവ പച്ചക്കറി കൃഷിയിൽ മികവ് തെളിയിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗവും കുടുംബവും. ഏങ്ങണ്ടിയൂർ എസൻസ് മികവ് തെളിയിച്ചവരെ ആദരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സത്യവും ധർമ്മവും നീതിയും ഭൂമിയിൽ നട്ടുപിടിപ്പിക്കാനാണ് ഓരോ മനുഷ്യനും ശ്രമിക്കേണ്ടതെന്ന് കോഴിക്കോട് വലിയ ഖാസി പാണക്കാട് നാസിർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ. തൃത്തല്ലൂർ KMHM ബനാത്ത് തഹ്ലീറുൽ ഖുർആൻ കോളേജിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ 20 വിദ്യാർത്ഥികൾക്ക് സനദ് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറിവ്, വിശ്വാസം, സൽക്കർമ്മം, ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അറിവിന്റെ അടിസ്ഥാനമായ ഖുർആൻ പഠനം അവഗണിക്കുക വഴി അടിത്തറയില്ലാത്ത വിശ്വാസവും പ്രവർത്തനവുമാണ് നാം കൊണ്ടു നടക്കുന്നത്. ഇതിലൂടെ നമുക്ക് ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ പ്രതിനിധീകരിക്കാൻ കഴിയുകയില്ല. നിലവിൽ സമുദായം നേരിടുന്ന ഇസ്ലാം ഭീതിയെ കൂടുതൽ ഭീതി പരത്തി ചെറുക്കുന്നതിന് പകരം ജീവിതത്തിന്റെ നാനാതുറകളിലുള്ളവർ ഖുർആന്റെ സന്ദേശം പഠിക്കാനും പഠിപ്പിക്കാനും മുന്നോട്ട് വരണമെന്നും തങ്ങൾ പറഞ്ഞു. KMHM സെക്രട്ടറി CA മുഹമ്മദ് റഷീദ് അധ്യക്ഷനായി. മുഹമ്മദ് ഫൈസി ഓണംപിള്ളി, നാസർ ഫൈസി തിരുവത്ര, സുബൈർ ഹുദവി ചേകന്നൂർ, ബഷീർ ഫൈസി ദേശമംഗലം, സുലൈമാൻ അൻവരി, AK അബ്ദുൽ ഖാദർ, ഹാഫിൽ നവാസ് അൽ കൗസരി, സയ്യിദ് KPS ഉമർ തങ്ങൾ അഴീക്കോട്, TK മുഹമ്മദ് കുട്ടി, അബ്ദുറഹ്മാൻ കറുകമാട്, സയ്യിദ് ലത്തീഫ് മാഷ് എന്നിവർ സംസാരിച്ചു. ഒരു കാലത്ത് തന്റെ വീട്ടിൽ തന്റെ കുടുംബത്തോടൊപ്പം 7 മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യം നൽകി, വീട്ടിലെ മക്കളെ പോലെ കരുതി മക്കളോടൊപ്പം കൂട്ടി തന്നോടൊപ്പം ചേർത്ത ജീവിതം നൽകിയ മരണപ്പെട്ടു പോയ ഹസൻ മൗലവി തുടങ്ങി വെച്ചതാണ് ഈ സ്ഥാപനം. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലവും പ്രകാശപ്പെട്ടവും സ്വർഗ്ഗപൂർവ്വമായി. ഹസൻ മൗലവി 1983 ഒരു പ്രസ്ഥാനത്തിന്റെ രൂപത്തിൽ KMHM ബനാത്ത് ഓർഫനേജ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന. ജൈവ പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവെടുത്ത് പഞ്ചായത്ത് അംഗവും കുടുംബവും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 3ാം വാർഡ് അംഗം സിജി സുരേഷും കുടുംബവുമാണ് ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയം കണ്ടെത്തിയത്. അതിയാരത്ത് വീട്ടിൽ ശബരീശൻ, ശൈലജ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള തരിശു ഭൂമിയായിരുന്നു കൃഷിയിടം. പടവലം, വെള്ളരി, വഴുതന, മത്തൻ, വെണ്ട, കുമ്പളം എന്നിവയ്ക്ക് പുറമെ എള്ളും കൃഷി ഇറക്കിയിരുന്നു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ ബാബു അപ്പാടൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. AP ജെൻസൺ അധ്യക്ഷനായിരുന്നു. AA ആന്റണി, PB ലത്തീഫ്, PS ഷിനോജ്, സുനിൽ ദത്ത്, മാണി സുന്ദർ എന്നിവർ വിളവെടുപ്പിൽ പങ്കെടുത്തു. ഈ സ്ഥലം ഇതുപോലെ 2 വ്യക്തികൾ ചേർന്ന് നടത്തിയ അവരുടെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ വിളഞ്ഞു നിൽക്കുന്ന ഈ പച്ചക്കറികൾ മുഴുവൻ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഞാൻ വിചാരിച്ചതൊരു ജനകീയ കൂട്ടായ്മയുടെ ഫലമാണെന്ന്, പക്ഷേ ഒരു കുടുംബത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. അപ്പോൾ പല കുടുംബങ്ങൾ ഒന്നു ചേർന്ന് അധ്വാനിച്ചാൽ എന്താകും എന്നുള്ളതായിരുന്നു ഞാൻ ചിന്തിച്ചത്. പിന്നെ അതോടൊപ്പം തന്നെ സുരേഷും സിജിയും ചേർന്ന് ഇത് വളരെ മനോഹരമായിട്ട് അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന ശേഷിക്കുന്ന സമയം കൊണ്ടാണ് ചുരുങ്ങിയ രീതിയിൽ ഇത്രയും വിദഗ്ധമായ രീതിയിൽ ഭംഗിയായിട്ട് കൃഷി ഇവിടെ ഒരുക്കിയത്. അതിനേക്കാൾ ഉപരിയായി ഞാൻ വിചാരിച്ചു ഇതൊക്കെ കൊണ്ടുപോയി വിറ്റ് ഇവർക്കൊരു വരുമാന മാർഗ്ഗം ഉണ്ടാവുന്നു. പക്ഷേ മനസ്സിലാക്കുന്ന വീണ്ടും ഇവിടെയുള്ള ഉണ്ണിക്കുരുന്നുകൾക്ക് ഈ പച്ചക്കറികൾ ഉപയോഗിച്ച് അംഗനവാടിയിൽ ഭക്ഷണം വിഷരഹിതമായ പച്ചക്കറികൾ ഉപയോഗിച്ച് നല്ല ഭക്ഷണം കൊടുക്കാനുള്ള ഒരു വലിയ കാഴ്ചപ്പാടാണ് ഇവർ നമ്മുടെ മുമ്പിൽ ഒരുക്കുക. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലും കരാത്തെ ദോ ഗോജുക്കാൻ അസോസിയേഷനും TSGA കരാത്തെ അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ കരാത്തെ സമ്മർ ക്യാമ്പ് കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് TSGA സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ പലപ്പോഴും പറയാറുള്ളത് എൻ്റെ കായിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക പ്രചോദനം നൽകിയ അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രേരണ ശക്തി ഒക്കെ കരാട്ടെ ഉണ്ടായതെന്ന് ഞാൻ എല്ലാ വേദിയിലും പറയാറുണ്ട്. ഇപ്പോഴും ഞാൻ ഒരു വോളിബോൾ ഇപ്പോൾ ലോക്കലൊക്കെ കളിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ വയസ്സ്
വേണമെങ്കിൽ അടുത്ത വർഷം എനിക്ക് ഏതെങ്കിലും ഒരു പെൻഷൻ വാങ്ങാവുന്ന വയസ്സായിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ നിൽക്കുന്നത് ഈ കരാട്ടെ അന്ന് മുതൽ പിന്നെ അഭ്യസിച്ച് ഇപ്പോഴും വല്ലപ്പോഴൊക്കെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യണം. ഈ ഡ്രസ്സൊക്കെ ഞാൻ ഇട്ടിട്ട് 2 വർഷമായി. എന്നാലും വോളിബോൾ ഞാൻ സ്ഥിരം കളിക്കുന്നുണ്ട്, അത്ലറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു ഗെയിമിനും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ കരാട്ടെ അല്ലെങ്കിൽ മാർഷൽ ആർട്സ് ഏത് ഗെയിമിലായാലും ഏത് ഈവൻറ്റിലായാലും അത് അതിൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ എല്ലാ രീതിയിലുള്ള പിന്നെ പുരോഗതിക്കും കരാട്ടെ വളരെ നല്ല ഉപാധിയാണ്. ഗോജുഖാൻ പ്രസിഡന്റും ചീഫ് ഇൻസ്ട്രക്ടറുമായ മധു വിശ്വനാഥ് അധ്യക്ഷത വഹിച്ചു. TSGA സെക്രട്ടറി AP രഞ്ജിത്ത്, സുനിൽ സൂരജ് എന്നിവർ സംസാരിച്ചു. കരാത്തെ എന്ന കലയെ കൂടുതൽ ജനകീയമാക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും നൽകിയ സംഭാവനകളെ മാനിച്ചുകൊണ്ട് കരാത്തെ ദോ ഗോജുഖാൻ അസോസിയേഷൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവന് ഓണററി ബ്ലാക്ക് ബെൽറ്റ് നൽകി ആദരിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് ലുലു CFLD മെഡിക്കൽ ഓഫീസർ ഡോക്ടർ തമ്മന്നയുടെ നേതൃത്വത്തിൽ കൊറോണയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായി ശാരീരിക ക്ഷമത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സ്പോർട്സ് കരാത്തയിലൂടെ തിരിച്ചു കൊണ്ടുവരാനാണ് ഈ പരിശീലനം ലക്ഷ്യമാക്കുന്നത്. ഏപ്രിൽ 18 മുതൽ 1 മാസക്കാലമാണ് ക്യാമ്പ് നടത്തുന്നത്. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9744545350 എന്ന നമ്പറിൽ വിളിച്ച് പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഈ വർഷം എല്ലാ കായിക ഇനങ്ങളും ഈ കോവിഡ് കാലത്തും അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ TSGA കരാത്തെ അക്കാദമിയും തൃശ്ശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായിട്ടാണ് കരാത്തെ ക്യാമ്പ് ഇവിടെ തുടങ്ങി വയ്ക്കുന്നത്. ഏപ്രിൽ 18 മുതൽ മെയ് 18 വരെ 30 ദിവസം കൃത്യമായ ഒരു സ്പോർട്സ് താരത്തെ വളർത്തിയെടുക്കാനുള്ള ട്രെയിനിങ് ആയിരിക്കും ഇവിടെ നൽകുന്നത്. ഇടവേള. വൈവിധ്യമാർന്ന ഡിസൈനുകൾ തേടിയുള്ള യാത്രകൾ. ആ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ സ്വന്തം പണിശാലകളിൽ നിർമ്മിച്ച് സ്വർണ്ണ വിസ്മയങ്ങൾ ഫാക്ടറി വിലയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണ്ണത്തിന്. ഇഷാര ഗോൾഡൻ ടൈൽസ്, നിയർ വൈമോൾ, തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. വിവാഹിതരാകാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അർച്ചന സിൽക്സിന്റെ നവീകരിച്ച വെഡിംഗ് സിൽക്ക് സാരി ഷോറൂം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 2000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള വെഡിംഗ് കോംബോ പാക്കേജ് ഇവിടെ ലഭ്യമാണ്. വിലക്കുറവിലും സെലക്ഷനിലും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച അർച്ചന സിൽക്സ് ഏതാഘോഷങ്ങൾക്കും ഓണക്കോടിയുടെ പർച്ചേസിനുമായി നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരുടെ ക്രോമസോം നമ്പർ 23. നമുക്ക് ഇഷ്ടമുള്ള സൺഫ്ലവറിന്റെ ക്രോമസോം നമ്പർ 34. യെസ്, 34. കേരള വിഷൻ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഔട്ട് ക്ലാസ്. മണപ്പുറം ഹൃദയ ജ്വല്ലറി, വലപ്പാട്. AG ഗോൾഡ്, തൃപ്രയാർ.
പ്രമുഖ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡിന്റെ തൃപ്രയാറിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉദ്ഘാടനാഘോഷവേളയിൽ AJ ഗോൾഡ് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു സമ്മാനങ്ങളുടെ പൊടിപൂരം. ഭാഗ്യപരീക്ഷണങ്ങളില്ല, നറുക്കെടുപ്പില്ല. എല്ലാ പർച്ചേസിനും ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നൽകുന്നു. കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ സമ്മാനങ്ങൾ. പഴയ സ്വർണത്തിന് ഉയർന്ന വിലയും ഉടൻ പണവും. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിക്ഷേപ പദ്ധതികൾ. 1000 രൂപ മുതലുള്ള സ്വർണ്ണാഭരണങ്ങൾ, ഡയമണ്ട് നവരത്ന ഓർണമെന്റ്സ് 50% ഓഫർ. വെള്ളിയാഭരണങ്ങൾ 50% ഓഫർ. പഴയ സ്വർണമെടുത്ത് വിൽക്കുവാനുള്ള സൗകര്യം. BIS 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ. AJ ഗോൾഡ്, ഗോൾഡ്, ഡയമണ്ട് ആൻഡ് സിൽവർ ജ്വല്ലറി, നിയർ കവാടം, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. സുധാ സിൽക്സ് ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിലെ തന്നെ വിവിധ വസ്ത്രനിർമ്മാണശാലകളിൽ നിന്നും ശേഖരിച്ച ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളുടെ പുതുപുത്തൻ ശേഖരങ്ങളുമായി ഇനി നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഉത്സവവേള ആഘോഷമാക്കുവാൻ ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിലക്കുറവിന്റെ മഹാമേളയും ഡിസ്കൗണ്ട് കൂപ്പണുകളും. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ തുണിത്തരങ്ങളും വൻ വിലക്കുറവിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാം. തീരദേശത്തെ സമാനതകളില്ലാത്ത വസ്ത്രശേഖരങ്ങളുടെ അതിശയിപ്പിക്കുന്ന കലവറ. സുധാ സിൽക്സ്, വാടാനപ്പള്ളി. ഫോൺ 048726002226. ഇനി അകത്തളങ്ങളിൽ നിറയട്ടെ ആഠ്യതയും അലങ്കാരവും. അഡ്രസ് ബിൽഡേഴ്സ് ചേറ്റുവ. നാട്ടിലും വിദേശത്തുമായി ദശവർഷങ്ങളുടെ പ്രൗഢമായ പാരമ്പര്യത്തോടെ സങ്കല്പങ്ങൾക്ക് ചാരുതയേകുന്ന ഈടും ഭംഗിയും ഒത്തുചേർന്ന വുഡൻ ഫർണിച്ചറുകൾ, ഹോം ഡെക്കർ ഐറ്റംസുകൾ, LED ലൈറ്റുകൾ, ആന്റിക് കളക്ഷൻസ്, മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, പുത്തൻ തലമുറയുടെ സങ്കല്പത്തിനിണങ്ങിയ എപ്പോക്സി റെസിൻ ഫർണിച്ചറുകൾ, ആകർഷകമായ വിലക്കുറവും കാലങ്ങളെ അതിജീവിക്കുന്ന ഗുണമേന്മയുടെയും അന്വേഷണം അഡ്രസ് ബിൽഡേഴ്സിൽ അവസാനിക്കുക. ഒപ്പം മനസ്സിനിണങ്ങിയ മോഡലുകളിൽ ഇന്റീരിയർ ഡിസൈൻ വർക്കുകളും ചെയ്തു കൊടുക്കുന്നു. വി ബിൽഡ് യുവർ അഡ്രസ്. അഡ്രസ് ബിൽഡേഴ്സ്, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയേഴ്സ്, നിയർ ചേറ്റുവ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ. കൗമാര സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ ഗോൾഡൻ ഫെയറി ബോട്ടിക്, 4-വേ ജംഗ്ഷൻ, പെരിങ്ങോട്ടുകര. ഗോൾഡൻ ഫെയറി നിങ്ങൾക്കായി ഒരുക്കുന്നു ടീനേജ് സ്പെഷ്യൽ കളക്ഷൻ. ഏറ്റവും പുതുമയാർന്ന ഫാഷനുകളിൽ ലേഡീസ് വെയർ, ഇന്നർ വെയർ, വെസ്റ്റേൺ വെയർ, ടോപ്സ്, സ്കേർട്സ്, ലെഗിൻസ്, പലാസോ, കോസ്മെറ്റിക്സ്, ഫാൻസി ഐറ്റംസ്, ഡിസൈനിംഗ് ആൻഡ് സ്റ്റിച്ചിങ്. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് ഞങ്ങളിലൂടെ പൂർണ്ണതയേകൂ. ഞങ്ങളുടെ കരവിരുതിലൂടെ സ്വപ്നങ്ങളോളം അഴകേകൂ. ഏവർക്കും ഞങ്ങളുടെ ഈസ്റ്റർ, വിഷു ആശംസകൾ. ഗോൾഡൻ ഫെയറി ബോട്ടിക്, 4-വേ ജംഗ്ഷൻ, പെരിങ്ങോട്ടുകര. ഫോൺ 7510222220. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ്, ആക്സസറി, സ്റ്റോൺസ്, ലേസസ്, സ്റ്റിച്ചിങ് എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരൂ, മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും ഒക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. 0487239535. ജോസഫിനെ പിടിച്ചടാ. ഹാജരെ. ആ ശിവദാസന, വാടൂ, കേറിയിരിക്കി. ബാക്കി പൈസ. അപ്പോ മണവാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ? അന്റെ വീട്ടുകാർക്ക് നീ എടുത്തില്ലടൂ? അത് അധികം വിലയൊന്നും ആയില്ല ഹാജരെ. സൂപ്പർ നല്ല നല്ല തുണിത്തരങ്ങൾ, എൻ്റെ മക്കളുടെ സന്തോഷങ്ങൾ, അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇതെന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് തന്ന മുതല ഹക്കാണ്. ഇതോൾക്കന്നെ ഈ കൊടുക്കണം. ആ ശിവദാസ, എന്തോ? ഏറ്റവും വിലക്കുറവിൽ മുന്തിയനും ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി സിൽക്സ്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി,
പട്ടാമ്പി ആൻഡ് പെരിന്തൽമണ്ണ. ഡെഡ് സ്ലോ കറങ്ങിക്കൊണ്ടേയിരിക്കുക. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ, ഇവിടെ മാത്രം പ്രോബ്ലം. സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ. കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടു. അതാണ് കേട്ടില്ലേ, സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ, കേരളത്തിൽ എല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ഞൊടിയിടയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സ്, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വീണ്ടും വാർത്തകളിലേക്ക്. എസൻസ് ഏങ്ങണ്ടിയൂരിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കായി സ്നേഹാദരവ് സംഘടിപ്പിച്ചു. ചേറ്റുവയിൽ നടന്ന സ്നേഹാദരം ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല സോമൻ ഉദ്ഘാടനം ചെയ്തു. വളരെ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയായി മാറി. മാത്രമല്ല എന്ത് പ്രശ്നത്തിലും SNS ഇടപെട്ട് എന്ത് കാര്യത്തിനായാലും, ഇപ്പോ കൃഷി ഇറക്കാൻ കൃഷി ഓഫീസറായിട്ട് കാണാൻ വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് കൃഷിയുടെ കാര്യത്തിന് എന്ത് വേണമെങ്കിലും എസൻസിന് എല്ലാവിധ ഉറപ്പും പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ആദ്യമായി പറയുന്നു. പിന്നെ ഈ എസൻസ് കൂട്ടായ്മ വളരെ നന്നായി നല്ല നിലയ്ക്ക് ഞങ്ങളുടെ ഒരു പഞ്ചായത്തിൽ പ്രവർത്തിച്ച് വളരെ ഉന്നതിയിലെത്തും. എത്തേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും, അതുപോലെ നിങ്ങൾ ഒരുപെട്ടാൽ എല്ലാ കാര്യത്തിലും നിങ്ങൾ മുൻപന്തിയിൽ, എല്ലാ ക്ലബിനേക്കാളും മികച്ച ഒരു കൂട്ടായ്മയായി മാറുമെന്നും ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ നിർവഹിച്ചു. കോവിഡ് കാലത്തെ സേവനത്തിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരം നേടിയ ഡോക്ടർ അസീന ഇസ്മായിൽ, ഫുട്ബോൾ ജെക്സിൽ വേൾഡ് റെക്കോർഡ് നേടിയ ഏങ്ങണ്ടിയൂർ സ്വദേശി അന്നൈ, ഇൻഡോ ശ്രീലങ്ക ഗോജുക്കായ് കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആയിഷ യൂസഫ്, ഭദ്ര ടി ഗോപൻ, അബ്ദുൽ മുത്തലീബ്, കരാത്തെ വിദ്യാർത്ഥികൾ എന്നിവർ ആദരം ഏറ്റുവാങ്ങി. എസൻസ് സെക്രട്ടറി MA സീബു, KPR പ്രദീപ്, ജോൺ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കരാത്തെ പ്രദർശനം നടത്തി. നവീകരിച്ച മുസ്ലിം ലീഗ് കൈപ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KS ഹംസ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പുത്തൻകുളം സെയ്ദു ഹാജി അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ മുഖ്യാതിഥിയായി. യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KK അഫ്സൽ ആമുഖ പ്രഭാഷണം നടത്തി. PK മുഹമ്മദ്, PM സൈനുദ്ദീൻ, KK സക്കറിയ, PA ഇസ്ഹാഖ്, PS അബ്ദുൽ ഹമീദ്, KK ഷാഹുൽ ഹമീദ്, PK അബ്ദുൾ റഹീം, ബഷീർ പുന്നിലത്ത് എന്നിവർ സംസാരിച്ചു. കടന്നു വരുന്ന മനുഷ്യ സമൂഹം അവന്റെ കടന്നു വന്നപ്പോൾ അവൻ അനുഭവിച്ച അനുഭവത്തിലൂടെ ആർജിച്ച അറിവിന്റെ മൂശയിലിട്ട് ഷെയ്പ്പാക്കി ഉരുകി പദം വന്ന ഒരു സംസ്കാര മണ്ഡലമുണ്ട് അവന്. ആ സംസ്കാര മണ്ഡലമാണ്, ആ ബോധമണ്ഡലമാണ് മനുഷ്യന്റെ നാഗരികത എന്നൊക്കെ പറയുന്നത്. അത് 10 വോട്ടിന് വേണ്ടി കേവലം തച്ചുടക്കുന്ന കാഴ്ചയാണ് നമുക്കിതിൽ കാണാൻ കഴിഞ്ഞത്. ഒരു ഭാഗത്ത് കേന്ദ്രം ഭരിക്കുന്നവർ അങ്ങനെയാണല്ലോ, മനുഷ്യനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇങ്ങനെയാക്കി വിളിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു പിതാവിൽ നിന്നും ഒരു മാതാവിൽ നിന്നുമാണ്. എത്ര സുന്ദരമായ വചന ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, എന്ത്, നിങ്ങളൊക്കെ ഞങ്ങൾ സൃഷ്ടിച്ചത് അങ്ങനെ തന്നെയാണ്. പിന്നെ പരസ്പരം ലിയാൻ താറഫ്, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് വിവിധ ഗോത്രങ്ങളും സമൂഹങ്ങളും ഒക്കെ ആക്കി തിരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ കണക്കാക്കിയാൽ മതി. പിന്നെയും പറഞ്ഞു, വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1985-86 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മച്ചപ്പ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. വലപ്പാട് സ്കൂളിൽ നടന്ന സംഗമം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനീദ ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സംഗമം നമ്മൾക്ക് ഏവർക്കും അറിയാം,
10ാം ക്ലാസ് അല്ലെങ്കിൽ സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു ഏഴ് തന്നെയാണ്. എത്ര വളർന്നു വലുതായാലും നമ്മൾ മരിക്കുന്നവരെ നമ്മളുടെ മനസ്സിലെല്ലാവരുടെയും ഒരു ഓർമ്മയിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. പഠിപ്പിച്ച അധ്യാപകരെയും നമ്മൾ ഒരിക്കലും മറക്കില്ല. ഞാനും ഒരു അധ്യാപികയായിരുന്നു. വലിയ കുട്ടികളെയാണ് പഠിപ്പിച്ചെങ്കിൽ കൂടിയിട്ട് ഒരു അധ്യാപകരുടെ ജീവിതത്തിൽ അവർ പഠിപ്പിച്ച കുട്ടികളും അവർ പഠിപ്പിച്ച ആ വിദ്യാലയവും തീരെ മറക്കാൻ പറ്റില്ല. നമ്മൾ എവിടെ ചെന്നാലും ഒരു റെസ്പെക്ട്ഫുൾ പേഴ്സൺ ആയിരിക്കും ഒരു അധ്യാപിക എന്ന നിലയിൽ. ഇപ്പോൾ നിങ്ങളെല്ലാവരും കുട്ടികളെല്ലാം വളർന്നു വലുതായി. അബ്ദുൾ സലീം അധ്യക്ഷത വഹിച്ചു. ഗോവിന്ദൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. ആശാലാൽ, ദിനേശ് തൃപ്രയാർ, പി കെ സുഭാഷ് ചന്ദ്രൻ, സുരേന്ദ്രൻ, ശിരോമണി, നൈറ്റിംഗേൾ, യമുന, ജിഷ കെ സി, ഹമീദ് തടത്തിൽ, ഇ പി അജയ് ഘോഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 315ാമത് സൗജന്യ തിമിര ശസ്ത്രക്രിയാ നേത്ര പരിശോധന ക്യാമ്പ് നടന്നു. തൃപ്രയാർ ലയൺസ് ക്ലബിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ക്യാമ്പിന് കെ ജയശങ്കർ, രഘു പുളിക്കൽ, പ്രഭാത ചന്ദ്രൻ, മാധവ മേനോൻ, പ്രതാപൻ കളത്തിൽ, എ ആന്റണി, സാനി ജോസഫ്, ഗണേശൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ സ്ഥിരം പദ്ധതിയായ ഈ കാറ്ററാക്റ്റിന്റെ ക്യാമ്പ് കഴിഞ്ഞ വളരെയധികം വർഷങ്ങളായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് വന്ന കാരണം അതിന് 1 വർഷമായിട്ട് നിർത്തി വെച്ചിട്ടുള്ള പദ്ധതി ഇപ്പോൾ ഞങ്ങൾ വീണ്ടും കഴിഞ്ഞ ആഴ്ച പുനരാരംഭിക്കുകയാണ്. ഏകദേശം 315ാമത്തെ ക്യാമ്പും 15,000-ത്തിലധികം കാറ്ററാക്ട് ഓപ്പറേഷൻ ഞങ്ങൾക്ക് ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വളരെയധികം ജനോപകാരപ്രദമായിട്ടുള്ള ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിന് ഈ ലയൺസ് ക്ലബും ഇപ്പോഴത്തെ ഐ വിഷൻ ഹോസ്പിറ്റലുമായിട്ടാണ് ജോയിന്റ് സംരംഭമാണ് നടത്തുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഖുർആൻ മനപ്പാഠമാക്കിയവർക്ക് സനത് നൽകി. സത്യവും നീതിയും നട്ടുപിടിപ്പിക്കാൻ മനുഷ്യൻ ശ്രമിക്കണമെന്ന് പാണക്കാട് നാസിർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ. ജൈവ പച്ചക്കറി കൃഷിയിൽ മികവ് തെളിയിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗവും കുടുംബവും. ഏങ്ങണ്ടിയൂർ എസൻസ് മികവ് തെളിയിച്ചവരെ ആദരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.